ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് സ്പോട്ട് ലൈവിൽ ആദ്യത്തെ വിഷയം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദുരൂഹത വർദ്ധിപ്പിച്ച് വിദേശ വ്യവസായിയുടെ മൊഴി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്നാണ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായിയുടെ വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ ഒരു വെളിപ്പെടുത്തൽ. വിഗ്രഹങ്ങൾ വാങ്ങിയത് ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണെന്നും ഇടനില വഹിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നുമാണ് മൊഴി. അതേസമയം കേസിൽ സ്വർണ്ണ വ്യാപാരി നാഗ ഗോവർദ്ധന്റെ 2 ജാമ്യാപേക്ഷകളിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി. മറുപടി നൽകാൻ SITക്ക് ഹൈക്കോടതി നിർദ്ദേശവും നൽകി. ജാമ്യാപേക്ഷ അവധിക്കാലത്തിന് ശേഷം ഹൈക്കോടതി പരിഗണിക്കും. സ്വർണ്ണക്കൊള്ളയ്ക്ക് രാഷ്ട്രീയ സംരക്ഷണമുണ്ടെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. സാരംഗ് സുധാകരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് അറസ്റ്റുകൾ, തെളിവെടുപ്പുകൾ, ഇതിൻ്റെ മൊഴികളൊക്കെ ഒരുപാട് കേട്ടതാണ്. ഇപ്പോൾ ഇതിനൊരു പുതിയ മാനം കൂടി കൈവന്നിരിക്കുകയാണ്. അതായത് ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ വലിയ തോതിൽ പഞ്ചലോക വിഗ്രഹങ്ങളടക്കം കടത്തി എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ ഈ വിഷയത്തിൻ്റെ മാനം കൂടുകയാണ്, ഗൗരവം വർദ്ധിക്കുകയാണ്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു കൊള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ നിരവധി തലങ്ങളിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട് എന്നുള്ളൊരു സൂചന കൂടിയല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്? രഞ്ജിത്ത്, തീർച്ചയായും തുടക്കം മുതൽ തന്നെ ഇത് വലിയൊരു കൊള്ളയാണ് എന്നൊരു സൂചന നൽകിക്കൊണ്ടായിരുന്നു ഹൈക്കോടതി അടക്കം പരാമർശമുണ്ടായിരുന്നു. അതായത് അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ്, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അടക്കം വിരൽ ചൂണ്ടുന്ന രീതിയിലാണ് ശബരിമലയുടെ കാര്യമെന്ന് ഹൈക്കോടതിയും ഒപ്പം തന്നെ പ്രതിപക്ഷമടക്കം ആരോപിച്ചിരുന്നു. അത് ശരിവെച്ചുകൊണ്ടുള്ള, അതിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലാണ് ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നത്. അതായത് ഈ ഡി മണി എന്ന് പറയുന്നയാൾ ഈ ഒരു അന്താരാഷ്ട്ര പുരാവസ്തു കടത്ത സംഘത്തിലെ പ്രധാന കണ്ണിയാണെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ദ്വാരപാലക ശില്പത്തിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണ്ണമടക്കം തട്ടിയെടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിൽ 4 പഞ്ചലോക വിഗ്രഹങ്ങളും ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്, അതായത് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ശബരിമലയിൽ വലിയ വ്യാപകമായ തരത്തിൽ തന്നെ ഈ ഒരു കൊള്ള നടന്നിട്ടുണ്ട് എന്ന കാര്യം ശരിവെച്ചുകൊണ്ടുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഈ ഒരു പഞ്ചലോക വിഗ്രഹം എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ പുരാവസ്തു തട്ടിപ്പ് സംഘങ്ങൾക്ക് വലിയ വില കൊടുത്ത്, അതായത് വലിയ മൂല്യമുള്ള വസ്തുക്കളാണ്. സാധാരണ ക്ഷേത്രങ്ങളെ പോലെയല്ല ശബരിമല എന്ന് പറയുന്നത് വലിയ ഭക്തർക്ക് പ്രാധാന്യമേറിയിട്ടുള്ള ഒരു ക്ഷേത്രവുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുരാവസ്തു തട്ടിപ്പ് സംഘങ്ങൾ ഇത്തരം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു സൂചന കൂടി നൽകുന്നു. കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിലും ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടോ, ഇങ്ങനെ ഒരു സ്വർണം കൊള്ള പോലെ തന്നെ ഈ ഒരു പല അമൂല്യ വസ്തുക്കളും കൊള്ള ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം ആരംഭിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു തുടക്കം, അത്തരം കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ ഒരു വെളിപ്പെടുത്തൽ. ഈ ഒരു രമേശ് ചെന്നിത്തല തന്നെ തുടക്കത്തിൽ ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അതായത് വ്യാപാരിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു വ്യാപാരിയുടെ വെളിപ്പെടുത്തലടക്കം മാധ്യമങ്ങൾക്ക് മുൻപിലും ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിലും വെളിപ്പെടുത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യങ്ങളെ ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു മൊഴിയടക്കം, ഈ ഒരു വിവരമടക്കം പുറത്തേക്ക് വരുന്നത്. അതായത് 2020 ഒക്ടോബർ 26-നാണ് ഈ ഒരു പണം കൈമാറിയത്. അതിൽ തന്നെ വളരെ സുപ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇതിന് ഇടനില നിന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നാണ് അദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു വിവരം, അതായത് മൊഴിയെന്ന് പറയാൻ കഴിയില്ല, ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ SIT ഇനി വീണ്ടും അന്വേഷണം ആരംഭിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇത് എത്രത്തോളം വസ്തുതാപരമാണ്, ഈ ഒരു ക്ഷേത്രത്തിൽ നിന്നും 4 പഞ്ചലോക വിഗ്രഹം കൊള്ള ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യവും കൂടിയാണ്. ഈ ഒരു കാലഘട്ടം കൂടി പരിഗണിച്ചുകൊണ്ട്, അതായത് 2019 ഈ ഒരു കൊള്ളയും ഒപ്പം തന്നെ ഈ ഒരു പണം കൈമാറിയത് 2020-ലാണെന്ന് പറയുന്നു. ഇതിന് ഇടനില നിന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് പറയുന്നു. ഈ ഒരു കാലഘട്ടവും ഈ വ്യക്തിയും എല്ലാം ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ തന്നെയാണ്. ഇപ്പോഴും അന്വേഷണ പരിധിയിലും അറസ്റ്റിലും തുടരുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു രീതിയിലേക്കുള്ള ഒരു ഹൈക്കോടതി പരാമർശിച്ച പോലെ തന്നെ ഭക്തരുടെയും ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവരുടെയും ഒരു വിശ്വാസത്തിനേറ്റ വ്രണമാണ് ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. 2019-2020 കാലഘട്ടത്തിൽ നടന്ന ഈ വിഗ്രഹക്കടത്ത്, ഇങ്ങനെയാണ് വ്യവസായി രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയ വ്യവസായിയുടെ മൊഴി. ഈ ഡി മണി ആരാണ് എന്ന് സംബന്ധിച്ച് സ്വാഭാവികമായും ഒരു കൗതുകമുണ്ടാകുമല്ലോ. ഇയാൾ പുരാവസ്തു തട്ടിപ്പ് സംഘവുമായി ബന്ധമുള്ള ആളാണെന്ന് പറയുന്നു. ശബരിമലയുമായി അടുത്ത ബന്ധമുള്ള ഉന്നതനാണ് പണം കൈമാറുന്നത് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായിരുന്നു. അപ്പോൾ ഡി മണിയെ സംബന്ധിച്ച് വളരെ കൃത്യമായ സൂചനകൾ, ഇയാൾ എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള സൂചനകൾ SITക്കുണ്ടോ? ചെന്നൈയിൽ ഉള്ള ആളെന്ന് പറയുമ്പോൾ അവിടെയൊക്കെ പോയി സ്വാഭാവികമായി അന്വേഷണം നടത്തുകയും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. ഈ വ്യവസായിയുടെ മൊഴി പൂർണ്ണമായും ഗൗരവതരമായ അർത്ഥത്തിൽ
ആ ഒരു നിലയിൽ SIT എടുത്തിട്ടുണ്ടെന്നും അതനുസരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണോ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഒരു ചെറിയ ഒരു വിവരമല്ല അദ്ദേഹം പങ്കുവച്ചത്. 4 പഞ്ചലോക വിഗ്രഹം ഇവിടെ നിന്നും എടുത്തു എന്ന് പറയുന്നു. അതിൽ പ്രധാന കണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമാണ്. ഇതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത സമയത്തോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ ശേഖരിച്ച സമയത്തോ ഈ ഒരു വ്യക്തിയെയോ ഇത്തരത്തിലൊരു 4 പഞ്ചലോക വിഗ്രഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ SITക്ക് ലഭിച്ചില്ല എന്നത് വലിയ ഗുരുതരമായ ഒരു കാര്യമായിട്ട് തന്നെ കണക്കാക്കണം. കാരണം ഇതൊരു സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ ദ്വാരപാലക ശില്പത്തിലെയോ കട്ടിളപ്പാളിയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിനപ്പുറത്തേക്ക് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ശരിവെക്കുന്ന തരത്തിലാണ് ഈ ഒരു വിവരത്തിന്റെ ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി എന്തുകൊണ്ട് ഡീമണിയിലേക്ക് നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞില്ല എന്നത് വലിയ ചോദ്യമായി നിലനിൽക്കുന്നു. അത് ഹൈക്കോടതിയടക്കം ഉന്നയിക്കാൻ സാധ്യതയുമുണ്ട്. മാത്രമല്ല ഇത് ഓരോ ഇടവേളയിലും കൃത്യമായി ഹൈക്കോടതിയെ ഈ ഒരു അന്വേഷണ പുരോഗതി അറിയിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും അതുമാത്രമല്ല ഇത് ഈ വെളിപ്പെടുത്തിയ കാര്യങ്ങളിലെ വസ്തുത എത്രത്തോളം ശരിയാണ്, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ, അതായത് ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇത്തരം മാറ്റങ്ങളിലും ഒപ്പം തന്നെ ഭക്തർ നൽകിയ വസ്തുക്കളെയും അമൂല്യമായ വസ്തുക്കളെ അടക്കം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള രേഖകൾ ഈ ഒരു SIT പൂർണ്ണമായും പരിശോധിക്കേണ്ടതുണ്ട്. അതും ചെറിയൊരു കാലഘട്ടമല്ല. ഈ ഒരു ദ്വാരപാലക ശില്പത്തിന്റെ കാര്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1998 മുതലുള്ള തുടർന്നുള്ള എല്ലാ മാറ്റങ്ങളും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളും ഒപ്പം തന്നെ മറ്റ് അമൂല്യ വസ്തുക്കൾ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നടക്കമുള്ള മഹസറും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട രേഖകളടക്കം പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ കാലം നീണ്ടു നിൽക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യാപ്തി ഒരു ദ്വാരപാലക ശില്പത്തിലോ സ്വർണ്ണപ്പാളി ഒരു കട്ടളയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് ഒന്നല്ല എന്ന് ശരിവെക്കുകയാണ് ഇപ്പോഴത്തെ നിലവിലെ ഒരു അപ്ഡേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു മണിയുടെ കാര്യം അതിൽ അത്രത്തോളം വസ്തുതയുണ്ട് എന്ന കാര്യം. അതായത് തമിഴ്നാട് സ്വദേശിയാണ്, ചെന്നൈ സ്വദേശിയാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സ്മാർട്ട് ക്രിയേഷനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ തീർച്ചയില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം അതിൽ എത്ര വസ്തുതാപരമായ അന്വേഷണം ഇപ്പോൾ തന്നെ SIT ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ അടുത്ത് തന്നെ ഹൈക്കോടതിയുടെ ഒരു കർശനമായ ഒരു വിമർശനം ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു ഉന്നതരിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു ശ്രമം SITയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടോ, അത്തരത്തിലൊരു സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയമടക്കം ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു പിന്നീട് പെട്ടെന്ന് സ്മാർട്ട് ക്രിയേഷനിലെ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് ഇത്തരം കൃത്യമായ ഒരു സൂചന ലഭിച്ച സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം വേഗത്തിലാക്കാനും അത്തരത്തിൽ ഈ ഒരു ഹൈക്കോടതിയുടെ അടക്കം വിശ്വാസം വീണ്ടെടുക്കാൻ, അത് നഷ്ടപ്പെട്ടു പോയ ഒരു വിശ്വാസം വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം SIT ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പങ്കജ് ഭണ്ഡാരിയിലും ഗോവർദ്ധനിലും മാത്രമായി ഈ കേസ് നിൽക്കില്ല. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല ആരോപിച്ചിരിക്കുന്നത് രാഷ്ട്രീയ സംരക്ഷണമുണ്ട് എന്നാണ്. സ്വാഭാവികമായും ഈ വിഷയങ്ങളൊക്കെ ദേവസ്വം ബോർഡ് അധികൃതരുടെ അന്നത്തെ പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ അറിവില്ലാതെ നടക്കുകയുമില്ല. അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്രത്തോളം സ്വാധീനം അല്ലെങ്കിൽ അത്രത്തോളം വിലസാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി അനുവദിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പഞ്ചലോക വിഗ്രഹങ്ങളടക്കം കടത്തുക എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മളൊക്കെ പറഞ്ഞതുപോലെ ഏറെ ഗൗരവതരമായ ഒരു വിഷയമായി അത് മാറുകയാണ്. ഒപ്പം രമേശ് ചെന്നിത്തല പറയുന്നതിന് മാനങ്ങളുണ്ട്, രാഷ്ട്രീയ സംരക്ഷണമുണ്ട്. അപ്പോൾ SITയുടെ കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടും. അതിലേക്ക് കൂടുതലായി SIT കടക്കേണ്ടിയും വരും. ഇതിൻ്റെ രാഷ്ട്രീയ വശങ്ങളും സംരക്ഷണം നൽകിയത് ആരാണ് എന്നുള്ള കാര്യങ്ങളടക്കം അന്വേഷിക്കേണ്ടി വരുമല്ലോ സാരംഗ്. തീർച്ചയായും. കാരണം ഒരു ശബരിമല ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള സുപ്രധാന ക്ഷേത്രമാണ്. വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. മാത്രമല്ല സർക്കാരിന്റെയും ഹൈക്കോടതിയുടെയും അടക്കം കർശനമായ നിരീക്ഷണവും ഒപ്പം എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഡോക്യുമെന്റേഷൻ അടക്കം ചെയ്യേണ്ട വലിയൊരു വരുമാനം ഓരോ സീസണിലും വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അതുകൊണ്ട് ഇത്തരത്തിലൊരു ക്ഷേത്രത്തിൽ, അതായത് ശ്രീകോവിലിന്റെ മുന്നിലെ ദ്വാരപാലക ശില്പത്തിലടക്കം കൃത്രിമം കാണിക്കുക, അത്ര കണ്ട് ധൈര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് തുടക്കത്തിൽ ഒരാൾ ചെയ്യുന്ന ഒരു കളവായിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്നായിരുന്നു തുടക്കം തൊട്ടുള്ള ആരോപണം. കാരണം ഇത് മറ്റു പല ഭാഗങ്ങളിലും ചെയ്തു പരീക്ഷിച്ച് അതിന്റെ ധൈര്യത്തിലാണ് ഇത്രയും വലിയൊരു കൊള്ള നടത്തിയതെന്നായിരുന്നു പ്രതിപക്ഷമടക്കം ആരോപിച്ചത്. അതുകൊണ്ട് തന്നെ ഉന്നതരുടെ പങ്കില്ലാതെ ഇത്തരത്തിലൊരു കൊള്ള ശബരിമല പോലെയൊരു ക്ഷേത്രത്തിൽ സാധിക്കില്ല. കാരണം മറ്റുള്ള ക്ഷേത്രങ്ങളിലാണെങ്കിൽ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവനക്കാർ മാത്രം അറിഞ്ഞാൽ മതി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തിരിമറിയും മറ്റും ഇത്തരത്തിൽ കൊള്ള അടക്കം നടത്താൻ. പക്ഷേ ശബരിമലയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. കൃത്യമായി രേഖകൾ സൂക്ഷിക്കേണ്ട, കൃത്യമായ എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തേണ്ട ഒരു ക്ഷേത്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരിൽ ഒതുങ്ങി നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്തരത്തിലുള്ള സാധ്യത തള്ളിക്കളയാൻ തന്നെ വേണ്ടിവരും. കാരണം ഈ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് മാറി ഭരണതലത്തിലും മാത്രമല്ല ഈ ഒരു ബോർഡ് അംഗങ്ങളിലേക്ക് അടക്കം അന്വേഷണം എത്തേണ്ടതുണ്ട്. അതുതന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതി അടക്കം പരാമർശിച്ച വിഷയം. ഉന്നതരിലേക്ക് എത്തുമ്പോൾ ഈ ഒരു അന്വേഷണത്തിന്റെ വേഗത കുറയുന്നു. അതിന്റെ ഒരു വേഗതയിലുള്ള കുറവ് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭരണതലത്തിലേക്ക്, അതായത് ഉന്നതരിലേക്ക് വലിയ സ്രാവുകൾ ആരൊക്കെയായിരുന്നു എന്നാണ് ഈ കോടതി തന്നെ എടുത്തു പറഞ്ഞൊരു പരാമർശം. അതായത് ഒരു ഇനിയും വലിയ സ്രാവുകൾ ഇതിൽ കുടുങ്ങാനുണ്ട്. കാരണം
കാരണം ഈ ഒരു അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന്റെ ഭാഗവുമായി ബന്ധിപ്പിക്കണമെങ്കിൽ അത് ഉദ്യോഗസ്ഥർ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല. അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ഈ വസ്തുക്കളെല്ലാം തന്നെ കേരളത്തിൽ നിന്ന് കടത്തണമെങ്കിലും ഇത് കൃത്യമായ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാനും അതിന്റെ കൃത്യമായ എല്ലാ സഹായങ്ങളും ഒരുക്കി കൊടുക്കാനടക്കം പല ഭാഗങ്ങളിൽ നിന്നുള്ള സഹായം ലഭിച്ചിട്ടുണ്ടാകും. അവർക്കെല്ലാം ഈ പണം വീതിച്ച് നൽകിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിലേക്കെല്ലാം എത്തേണ്ട ഒരു സമയമായി കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇനിയും വൈകിപ്പിക്കുകയാണെങ്കിൽ അത് ഹൈക്കോടതിയുടെ കൂടുതൽ വിമർശനങ്ങൾക്കും നടപടികൾക്കും കാരണമാവുകയും ചെയ്യും.